back to our channel Jileebi Cuisine. ഞാൻ ജിബി ജിജോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആയിട്ടാണ്. ഇത് സിമ്പിൾ ആണെങ്കിലും ഇതിലെ രണ്ട് സൈഡ് ഡിഷസ് നമ്മുടെ സദ്യയിലെ ഏതൊരു സദ്യയിലെ സ്പെഷ്യൽ ഡിഷസ് ആണ്. ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ഡിഷസ് ആണ്. ക്യാബേജ് തോരനും മോര് കറിയുമാണ്. ഇതിന്റെ കൂടെ ഒരു മീൻ വറുത്തതും കൂട്ടിയിട്ട് ചോറുണ്ടാൽ എങ്ങനെയിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് മെനു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതേപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ആദ്യം തന്നെ ചോറ് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് സോന മസൂരി റൈസാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ബോയിലായി കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വിട്ടതിന് ശേഷം അതിനെ അടച്ചു വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ബാക്കി കൂട്ടാനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഈ ചോറ് റെഡിയായി കിട്ടും. ഇനി നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തോരനാണ്. അതിനായിട്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ആദ്യത്തെ 2 ലെയർ ഞാൻ നല്ല പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ക്യാബേജ് പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനിയും ഉപ്പ് വെള്ളത്തിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ക്യാബേജിനെ അതിലേക്ക് ഒരു 10-20 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ആയി കിട്ടുമല്ലോ. ക്യാബേജിൻ്റെ ഉള്ളിൽ പുഴുവോ വേറെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരും. പിന്നെ ഇതിന് ശേഷം അത് ഉപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ലതുപോലെ ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാബേജ് അവിടെ ഇരിക്കട്ടെ. നമുക്കപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത് അരച്ച് പുരട്ടിയെടുക്കാം. ഞാൻ അതേപോലെ ക്യാരറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പീൽ ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മീൻ അരച്ച് പുരട്ടിയെടുക്കും. ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേറെ ഫിഷ് കറി, അത് റോ മാംഗോ ഫിഷ് കറി, അങ്ങനെ കുറേ ഫിഷ് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, കാണുക. അപ്പോൾ ഇതിൻ്റെ ഫിഷ് ഫ്രൈഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി പോയി കാണുക. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതിൽ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ വട്ടപ്പാര എന്ന് പറയുന്ന മീനാണ്, അല്ലെങ്കിൽ ഷ്രിംപ് സ്ക്വാഡ് എന്ന് പറയും. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് അരച്ച് പുരട്ടുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഇതിനെ ഒരു 1 or 2 hour വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അതിലേക്ക് മസാലയൊക്കെ പിടിക്കും. ആ സമയം കൊണ്ട് ഞാനപ്പോൾ ബാക്കി തോരനും മോരുകറി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മീൻ അരച്ച് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 2 മീനെ വറുക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മീൻ ഞാൻ ഡിവൈഡ് ചെയ്ത് ഓരോ സിപ്പ് ലോക്കിലാക്കി വെക്കുകയാണ് ഓരോ പ്രാവശ്യം എടുക്കാനായിട്ട്. അപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് സിപ്പ് ലോക്കിൽ വെക്കുന്നത്. അപ്പോൾ സ്ഥലം ഇത് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെക്കുകയാണെങ്കിൽ ആ സിപ്പ് ലോക്ക് മാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തണുപ്പ് അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേറ്ററിൽ ഇത് അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ നല്ല ചെറിയ പീസാക്കി കിട്ടും. ക്യാബേജും ഇതിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ക്യാബേജിലേക്ക് ചേർക്കാനായിട്ട് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കൂടുതൽ ചെറിയുള്ളി ഉണ്ട്. ഇതിൽ നിന്നൊരു 10-15 ചെറിയുള്ളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അത് നല്ല ചെറിയതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഇനി നമുക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഉപയോഗിക്കാം. കട്ട് ചെയ്തെടുക്കാനുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് തോരൻ അങ്ങ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കടുക് മതിയാവും. ഇനി ഇത് കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ചുവന്നുള്ളിക്ക് പകരം സവാള ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇളക്കി കൊടുക്കുക. നമുക്ക് ചുവന്നുള്ളി ഒന്ന് വഴണ്ട് വരുന്ന പരുവം വരെ അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതേപോലെ ഞാൻ വേറെ തോരൻ്റെ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, ലിങ്ക് കൊടുത്തേക്കാം. ഇവിടെ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി, മഞ്ഞളിട്ടില്ല. അപ്പോൾ ഇനി മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് അപ്പം ഈ എണ്ണയിലൊന്ന് വഴണ്ടി വരും. തേങ്ങയുടെ ആകുമ്പോൾ തേങ്ങ കുറച്ചുകൂടെ എണ്ണ അബ്സോർബ് ചെയ്യും. അപ്പം മഞ്ഞളിടുമ്പോൾ ചിലപ്പോൾ കുത്തലൊന്നും അങ്ങനെ വരില്ല അധികം ഇടാത്തതുകൊണ്ട്. എന്നാലും മഞ്ഞൾ തന്നെ ആദ്യം ഇടാം. അതാണ് അതിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത്. അതിൻ്റെ ആ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരാതിരിക്കാൻ അതാണ് നല്ലത്. അപ്പം മഞ്ഞളിട്ടിട്ട് അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി തേങ്ങയും ഇട്ട് കൊടുക്കുക. തേങ്ങ ചൂടാവണം കേട്ടോ. അപ്പം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ തോരൻ റെഡിയായി കിട്ടും. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തോരനൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ഈ തോരൻ ഇപ്പം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി. വളരെ നൈസായിട്ടാണ് ഒന്നാമത് അരിഞ്ഞിരിക്കുന്നത്. ഇതിനധികം സമയം വേണ്ട. സംശയം ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും. നമ്മുടെ സദ്യയിലേക്ക് സ്പെഷ്യലാണ് എപ്പോഴും ക്യാബേജും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് മോരുകറിയാണ്. തേങ്ങയൊന്നും അരച്ചു ചേർക്കാത്ത മോരുകറിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ടീസ്പൂണോളം കാണും. ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ല കട്ട തൈരാണ്. ഞാൻ ഇവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു കപ്പോളം തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണും അതിലും കുറച്ചുകൂടെ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാനെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൈര് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് കട്ടിക്കാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കട്ടിക്കാണ് നിങ്ങളുടെ മോരുകറി വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കഷ്ടിച്ച് മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്ലെയിം ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റുക. നിങ്ങളുടെ പാൻ നല്ലതുപോലെ ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റി സൈഡിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ തൈര് ഉടച്ചത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല ചൂടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് പീര കെട്ടുന്നത് പോലെ മുകളിലേക്ക് ആയി വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഒഴിച്ചിട്ട് വേഗം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കാൻ വിട്ടുപോകരുത്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞ് പീര പോലെ കിടക്കും. അപ്പോൾ വെള്ളം തെളിഞ്ഞ് തൈരിൻ്റെ അംശമായിട്ടുള്ള നമ്മുടെ തൈരായിട്ടുള്ള സംഭവമൊക്കെ താഴെയായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ കറി കഴിക്കാനായിട്ട് ഒരു രസം ഉണ്ടാവില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അത്രയും ഒഴിച്ചില്ല. അത്രയും വെള്ളമാണ് എടുത്തത്, ബട്ട് അത്ര ഒഴിച്ചിട്ടില്ല. അത്രയും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മോര് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ, തിളപ്പിക്കാൻ പാടില്ല. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരണം. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ പീര കെട്ടും. നമ്മുടെ ഈ മോരുകറിയുടെ ഒരു ഇതും അത് തന്നെയാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതിൻ്റെ ട്രിക്കായിട്ടുള്ള പാർട്ടും ഈ പീര കെട്ടാതെ ഇതിനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കുക, ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അതൊന്ന് ചൂടാവുമ്പോൾ നമുക്കതെടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് അപ്പം തന്നെ പകർന്നു കൊടുക്കണം. അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂടിൽ ഇരുന്നിട്ട് പിരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതിനി ഇതൊന്ന് ചൂടാവട്ടെ. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ തൈര് വെന്തതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. മഞ്ഞളും അതിൻ്റെയൊക്കെ ചേർന്നിട്ടൊരു ടേസ്റ്റ് കിട്ടും. അതിൽ നിന്ന് മനസ്സിലാവും അതായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ പാത്രത്തിലേക്ക് പകർത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതിലും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു ചൂടുണ്ടല്ലോ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ആ ആവി പോകുന്നത്. ആ ഒരു ചൂടൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഇത് പീര കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സദ്യ സ്പെഷ്യലാണ്. അപ്പോൾ സദ്യ സ്പെഷ്യൽ മോരുകറി തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മൾ കറികൾ പാകമാകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറ് മേളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ വെള്ളമുണ്ട്, അതിനിപ്പോൾ ഊറ്റിക്കളയണം. അപ്പോൾ അത് ഊറ്റിക്കളയുമ്പോഴത്തേക്ക് ചോറും തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. മീൻ വറുക്കാനായിട്ട് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മീനും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ചോറ് നമുക്ക് വിളമ്പിയാലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലഞ്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കറികളൊക്കെ തന്നെയാണ്, പക്ഷെ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.